ആ പേര് നമ്മൾ സ്വീകരിച്ചിട്ടില്ലല്ലോ. നമ്മളെ ബഹുമാന്യന്മാരായ നേതാക്കന്മാർ ആ പേര് സ്വീകരിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. കാരണം ആ പേരുകൊണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ആ പേരിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ പിന്നെ പല പ്രശ്നങ്ങളുണ്ടാക്കും. അതേപോലെ തന്നെ സമസ്തനെ നിലംപരിശാക്കി തകർക്കാൻ വേണ്ടിയും നമ്മുടെ പണ്ഡിതന്മാർ പരിശ്രമിച്ചിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ബഹുമാനപ്പെട്ട ശൈഖുനാ അവർക്ക് പിന്നീട് സമസ്തയിലുണ്ടായ പിളർപ്പിൻ്റെ കാലത്ത് നടന്നതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനക്കാരെയോ ഏതെങ്കിലും മറ്റുള്ളവരെയൊക്കെ കൂട്ടിപ്പിടിച്ചാൽ വാസ്തവത്തിൽ ശൈഖുനാക്കും സാധിക്കുമായിരുന്നു. അല്പമൊക്കെ സ്വാധീനം നേടാനും സമസ്തയെ ഇല്ലാതാക്കാനും സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോ നെക്കുപോക്കുകളോ ഒക്കെ നടത്തിയാൽ ബഹുമാനപ്പെട്ടവർക്ക് അത് സാധിക്കുമായിരുന്നു. ചാണക്യതന്ത്രമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. ഔദ്യോഗികമായി ആ പേര് പോറുന്നവർക്ക് ആ സംഘം സാങ്കേതികമായി 100-ാം വാർഷികം ആഘോഷിക്കാം. മറ്റുപോലെ ചിലർ ചോദിക്കുന്നത് 36 വർഷമുള്ള സംഘടനയ്ക്ക് 100-ാം വാർഷികം ആഘോഷിക്കാൻ എന്താ അർഹത എന്നൊക്കെയാണ്. ഏതായാലും ആ പേരിലാണല്ലോ അവർ നിൽക്കുന്നത്, അവരും ആഘോഷിച്ചോട്ടെ. രണ്ടും സമസ്ത എന്നുള്ള പേരിലാണല്ലോ. നമ്മളെ മശായിഖുമാർ ഏതായാലും ആ പേര് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ സംഘടനാപരമായിട്ടുള്ള കൺഫ്യൂഷൻ തീർക്കാനാണ്. പ്രശ്നം വേണ്ട, ഉണ്ടാകരുത് എന്ന് വിചാരിച്ചു. സംഘടനയ്ക്ക് ആ പേര് തന്നെ സ്വീകരിച്ചാൽ പലവിധ പ്രശ്നങ്ങളുണ്ടല്ലോ. കോടതി കയറേണ്ടി വന്നു, വിധി ഉണ്ടായിട്ടും പോക്കി കൊടി മാറ്റാൻ പറ്റാതെ 2 കൊടി ഒരേ കൊടിയായി ഒക്കെ നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സമസ്ത എന്ന പേരെ സ്വീകരിക്കാതെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ, അതായത് കേരള സംസ്ഥാനത്തിൻ്റെ ഏക ജംഇയ്യത്തുൽ ഉലമയാണ് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ. അതാണ് അവർ പേരിട്ടത്. കേരള സംസ്ഥാനം എന്നുണ്ട്, കേരളവും സംസ്ഥാനമാണല്ലോ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ